ഹലോ എവ്രി വൺ, വെൽക്കം ടു ഈ പഠിപ്പുര. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇത് LDC PYQ സീരീസ് ആണ് ഇംഗ്ലീഷിൻ്റെ. നമ്മളിത് 14ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ പ്ലേലിസ്റ്റ് കാണാത്തവരെ വീഡിയോയുടെ താഴെ പ്ലേലിസ്റ്റിലുള്ള ലിങ്ക് കിട്ടും, ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും കാണാം. ഇത് 14ാമത്തെ വീഡിയോ. കുറച്ചായി നമ്മളിപ്പോൾ കണ്ടിട്ടല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ നോക്കാം. നമ്മുടെ LDC ടൈപ്പിസ്റ്റ് എക്സാം 2023 നടന്ന എക്സാമിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർത്തു ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഇത്തവണത്തെ LDC എക്സാം നമ്മൾ പ്രതീക്ഷിക്കാമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഈ ഇടയ്ക്ക് നടന്ന നമ്മുടെ CPO എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കാണും. ഈ അടുത്തിടെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളായിരുന്നു ഈ പറഞ്ഞ CPO എക്സാമിന് വന്നത്. എപ്പോഴും അതേപോലെ ആവണമെന്നില്ല കേട്ടോ. അതൊന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അത് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം, നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യ ചോദ്യം നോക്കിയേ. One of the following words is misspelled. Identify the word. ആദ്യ ചോദ്യം നോക്കുക. കണ്ടിന്യൂസ്, കൺജെനിറ്റൽ, കണ്ടംപററി, കണ്ടാമിനേറ്റ്. ഈ 4 വേർഡ്സിൽ ഏത് വേർഡിനാണ് ഒരു മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് വന്നിരിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ മിസ്പെൽറ്റ് എന്ന വേർഡ് നമുക്ക് എപ്പോഴും അറിയാം. ഏതോ ഒരു വേർഡ് തെറ്റായി ഉച്ചരിച്ചിട്ടുണ്ട്. ആ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് പരിചിതമായ വാക്കുകൾ ഇവിടെ ഉണ്ട്. പരിചിതമായ വാക്കുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ വാക്കിലോട്ട് നോക്കാം. കണ്ടിന്യൂസ്, കണ്ടംപററി, കൺജെനിറ്റൽ, കണ്ടാമിനേറ്റ്. കണ്ടാമിനേറ്റും കണ്ടംപററിയും നമ്മൾ കുറച്ചുകൂടി കൂടുതൽ കേട്ട് വാക്കിയായിരിക്കും. കണ്ടംപററി എന്നുള്ള വേർഡിൽ PORARY കറക്റ്റ് ആണ്. കണ്ടാമിനേറ്റിൽ CON, കണ്ടാമിനേറ്റ്, TAMINATE അതും കറക്റ്റാണ്. കൺജെനിറ്റലും കണ്ടിന്യൂസ് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. കണ്ടിന്യൂസ് നമ്മൾ ഭയങ്കര കേട്ട് പരിചയമുള്ള വാക്കാണ്. കണ്ടിന്യൂസിന് ഒരു NUOUS കൂടെ ഉണ്ട്. ഒരു യുവിന്റെ കുറവ് ഇവിടെ ഉണ്ട്. അപ്പൊ അത് ആണ് ഒരു തെറ്റ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് മിസ്പെൽറ്റ്. പിന്നെ നമ്മൾ കൺജെനിറ്റലിലോട്ട് പോകേണ്ട കാര്യമേ ഇല്ല. ഇവിടുത്തെ വേർഡ് ഏതാണ്? കണ്ടിന്യൂസ് എന്ന A ഓപ്ഷൻ ആണ് തെറ്റ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാമല്ലോ. ദ മ്യൂസിക് ബാൻഡ് പ്ലേഡ് എ ബ്യൂട്ടിഫുൾ മെലഡി ഓൺ ദ ഒക്കേഷൻ. ചേഞ്ച് ദ വോയിസ്. വോയിസ് ചേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ അറിയാം നമുക്കല്ലേ. മ്യൂസിക് ബാൻഡ് പ്ലേ ചെയ്തു ഒരു ബ്യൂട്ടിഫുൾ മെലഡി ഓൺ ദ ഒക്കേഷൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ ചോദ്യം എന്താണ്? പാസീവ് വോയിസിലോട്ട് മാറ്റുക എന്നുള്ളതാണ് അല്ലെ. പാസീവ് വോയിസിലോട്ട് മാറ്റുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ വോയിസ് ആണ് നമ്മുടെ ചോദ്യമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? പാസീവ് വോയിസിലോട്ട് മാറ്റണം. അപ്പൊ നമ്മൾ അറിയേണ്ടത് ടെൻസ് ആണ്. ടെൻസ് ഏതാ? പ്ലേഡ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റിൽ തന്നെ വേണ്ടേ ടെൻസ് വരാനായിട്ട്. ഓൺ ദ ഒക്കേഷൻ പ്ലേഡ് ദ മ്യൂസിക് ബാൻഡ് ബ്യൂട്ടിഫുൾ മെലഡി. മീനിങ്ങേ ഇല്ലാത്ത ഏതൊരു വാക്കാണ്. അപ്പൊ അതിലോട്ട് നമുക്ക് പോകണ്ട. അവിടെ തെറ്റാ നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലായി കാണും. അപ്പൊ A അവിടെ കട്ട് ചെയ്ത് കളഞ്ഞു ഞാൻ. അതുപോലെ ദ മ്യൂസിക് ബാൻഡ് വാസ് പ്ലേഡ് എ ബ്യൂട്ടിഫുൾ. ദ മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞ സബ്ജക്ട് തന്നെ വരുമോ? സബ്ജക്ട് ഒരിക്കലും വരാൻ പാടില്ല. മ്യൂസിക് ബാൻഡ് എന്ന് പറഞ്ഞ സബ്ജക്ട് അവിടെ മാറി. നമ്മുടെ സബ്ജക്ട് എന്തായിട്ട് വരണം? ഈ സെന്റൻസിന്റെ അതായത് സെന്റൻസിന്റെ ഒബ്ജക്റ്റ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരാൻ. ആ ബ്യൂട്ടിഫുൾ മെലഡി എന്ന് തന്നെ വരണം. അപ്പൊ ഇത് രണ്ടെണ്ണം ഉണ്ട്. ബ്യൂട്ടിഫുൾ മെലഡി വാസ് ബീൻ പ്ലേഡും ഉണ്ട്, ബ്യൂട്ടിഫുൾ മെലഡി വാസ് പ്ലേഡും ഉണ്ട്. നമുക്കറിയാം ബീൻ പ്ലേഡ് ഒരിക്കലും ബീൻ യൂസേജ് നമ്മുടെ ഇതിന്റെ കൂടെ വരില്ല, സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ വരില്ല. അപ്പൊ അതും കട്ട് ചെയ്തു. ഓപ്ഷൻ പിന്നെ നമുക്ക് വന്നിട്ട് പോയത് ഏതാ ഉള്ളത്? ഇതാ, നമ്മൾ ഒരുപാട് തവണ പാസീവ് വോയിസിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ കൊടുക്കാത്ത കേട്ടോ. പാസീവ് വോയിസിൽ എന്തറിഞ്ഞാൽ മതി? ദാ ആ ബ്യൂട്ടിഫുൾ മെലഡി എന്ന് പറയുന്ന അവിടുത്തെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആക്കി മാറ്റുന്നു അല്ലെ. സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി മാറുന്നു, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി മാറുന്നു. അപ്പൊ ആ ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയൻ അവിടെ പാലിച്ചിട്ടുണ്ട്. അടുത്ത എന്താ? പ്ലേഡ് എന്നുള്ളതിന് എന്ത് വരും? B+V3 വരണം. അതായത് ഒരു വാസ് പ്ലേഡ് എന്ന് പറയുന്ന യൂസേജ് വരും. വാസ് പ്ലേഡ് അതുപോലെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ക്രൈറ്റീരിയ ഓക്കെ ആണ് അല്ലെ. B+V3 ഫോം വരണം. സെക്കൻഡ് ക്രൈറ്റീരിയകളിൽ അല്ലെ ഒരെണ്ണം B+V3 ഫോം, വാസ്+V3 ഫോം. ടെൻസ് അനുസരിച്ച് പക്ക. ബൈ ദ മ്യൂസിക് ബാൻഡ് പക്കയാണ് അല്ലെ. ബൈ ആരാ ചെയ്തത്? ബൈ ദ മ്യൂസിക് ബാൻഡ് ഓൺ ദ ഒക്കേഷൻ. അപ്പൊ ആൻസർ ഇസ് D. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. സബ്ജക്ട് ഒബ്ജക്റ്റ് ആയി മാറുന്നു, B+V3 ഫോം വരുന്നു, ടെൻസിന് മാറ്റം ഇല്ല. ഓക്കെ. അടുത്ത ചോദ്യം. ഡിഡ് ദ ക്രിക്കറ്റ് ടീം കം ഫോർ പ്രാക്ടീസ് യെസ്റ്റർഡേ? ഇന്നലെ ക്രിക്കറ്റ് ടീം പ്രാക്ടീസിന് വന്നിരുന്നോ? ആസ് എ പ്രിൻസിപ്പൽ ചേഞ്ച് ടു റിപ്പോർട്ടഡ് സ്പീച്ച്. നമ്മുടെ ചോദ്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുക എന്നുള്ളതാണ് അല്ലെ. റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറണം. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ടെൻസ് മാറണം. എന്തൊക്കെയാണ് മാറേണ്ടത് ഇവിടെ? ഒന്ന്, നമുക്കറിയാം ഇവിടെ ടെൻസ് ഡിഡ് ആണ് കൊടുത്തിരുന്നത്. ഡിഡ് ദ ടീം കം. അപ്പൊ ഡിഡ് ആകുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ടെൻസ് സിമ്പിൾ പാസ്റ്റിലാവുള്ളൂ. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്തായാലും ചേഞ്ച് ചെയ്യണം. എങ്ങോട്ടാ ടെൻസ് ചേഞ്ച് ചെയ്യണ്ടേ? പാസ്റ്റ് പെർഫെക്റ്റിലോട്ട്. സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് ചേഞ്ച് ചെയ്യണം. അത് നമ്മൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നേ. രണ്ടാമത്തെ കാര്യം എന്താ? യെസ്റ്റർഡേ മാറ്റണം അല്ലെ. യെസ്റ്റർഡേ ഒരു അഡ്വേർബാ, അതിന് മാറ്റം വരണമല്ലോ. ഈ അഡ്വേർബായി യെസ്റ്റർഡേ മാറണം. ദ പ്രീവിയസ് ഡേ എന്നുള്ളതിലോട്ട് വരും. എല്ലായിടത്തും കൊണ്ടോ ദ പ്രീവിയസ് ഡേ, ദ പ്രീവിയസ് ഡേ, ദ പ്രീവിയസ് ഡേ, ദ പ്രീവിയസ് ഡേ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആ. ഇനി നമുക്ക് ടെൻസ് മാറി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറണ്ടേ? അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അത് നോക്കാം. ദ പ്രിൻസിപ്പൽ ആസ്റ്റ്. എല്ലായിടത്തും പ്രിൻസിപ്പൽ ആസ്റ്റ് ആണ്. അത് ഓക്കെ ആണ്. ദാറ്റ് വെദർ ആണോ? ചോദ്യം വരുമ്പോ പിന്നെ ദാറ്റ് വരുമോ? ദാറ്റ് വെദർ വരുമോ? ദാറ്റും വെദറോട് ഒരുമിച്ച് വരുമോ? ഇല്ല. നമ്മളത് പഠിച്ചിട്ടുണ്ട്. എന്താണ്?
ഓൾറെഡി നമ്മൾക്ക് ഇഫ് അല്ലെങ്കിൽ വെദർ ആണ് നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. കാരണം പ്രിൻസിപ്പൾ ചോദിച്ചു ഇത്രേ ഉള്ളൂ. ഇന്നലെ പ്രാക്ടീസിന് ടീം വന്നിരുന്നോ, ക്രിക്കറ്റ് ടീം വന്നിരുന്നോ? അപ്പൊ ആൻസർ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്കറിയാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഒന്നെങ്കിൽ വെദർ അല്ലെങ്കിൽ ഇഫ് വരും. ദാറ്റും കൂടി കൂടി വരില്ല. ദാറ്റ് എപ്പോഴും സ്റ്റേറ്റ്മെന്റ് അല്ലേ, അസേർട്ടീവ് സെന്റൻസിനാണല്ലോ ദാറ്റ് വരുന്നത്. അപ്പൊ ദാറ്റും വെദറും കൂടെ ഒരുമിച്ച് വരില്ല. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കളയാം. രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് വന്നു. അപ്പൊ വെദർ മാത്രമുള്ള 3 ഓപ്ഷൻ നമ്മുടെ അടുത്ത് കിടപ്പുണ്ട്. ഇനി അതിൽ നിന്ന് ഏതെങ്കിലും കട്ട് ചെയ്ത് കളയണം നോക്കാം. ദ പ്രിൻസിപ്പൽ ആസ് വെദർ ദ ക്രിക്കറ്റ് ടീം ഹാഡ് കം ഉണ്ട്. അതുപോലെ ദ പ്രിൻസിപ്പൽ ആസ് വെദർ ദ ക്രിക്കറ്റ് ടീം ഹാഡ് ബീൻ കം വരുമോ? ഹാഡ് ബീൻ കം വരുമോ? പാസിവൈസേഷന്റെ ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ഓപ്ഷൻ എ പോയി, ഓപ്ഷൻ സി പോയി. പിന്നെ ദ പ്രിൻസിപ്പൽ ആസ് വെദർ ദ ക്രിക്കറ്റ് ടീം ഹാവ് കം വരുമോ? പ്രസന്റ് പെർഫെക്റ്റ് വരുമോ? ഒരു കാരണവശാലും വരാൻ പറ്റില്ല. അപ്പൊ ആൻസർ ഏത് വരും? വേറെ ഒന്നും നോക്കണ്ട. ആൻസർ ഇസ് ബി. ഓഫ് കോഴ്സ് ബി തന്നെയാണ്. അവിടെ എന്ത് വന്നു? ദ പ്രിൻസിപ്പൽ ആസ്ഡ്. വെദർ തന്നെയാണ് നമ്മുടെ കൺജങ്ഷൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യനിലെ കൺജങ്ഷൻ വെദർ. അതുപോലെ തന്നെ ദ ക്രിക്കറ്റ് ടീം ഹാഡ് കം. നമ്മൾ പറഞ്ഞ പോലെ ടെൻസ് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി, ഹാഡ് കം ആയി. പിന്നെ എന്ത് വന്നു? ദ പ്രീവിയസ് ഡേ അല്ലെ, ദ പ്രീവിയസ് ഡേയും അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. യെസ്റ്റർഡേ മാറി, ദ പ്രീവിയസ് ഡേ വന്നു. സോ ബി ഇസ് ദി ആൻസർ. എത്ര പെട്ടെന്ന് ആൻസറിലോട്ട് നമ്മൾ എത്തി നോക്കിക്കേ. ആൻസർ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് എത്താം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടൈംസ് കളയാതെ നമുക്ക് ആൻസറിലോട്ട് എത്തുക എന്നുള്ളതാണ്. ടെക്നിക്ക് പഠിച്ചു വെച്ചാൽ ആൻസറിലോട്ട് എത്താനുള്ള മെത്തേഡ് വളരെ എളുപ്പമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ചൂസ് ദി കറക്റ്റ് സെന്റൻസ്. 4 സെന്റൻസ് കൊടുത്തതിൽ ഒരെണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ. അതേതാ നോക്കിയേ. ഷീ കെയിം ടു പിക്ക് മീ വെൻ ഐ റീച്ച്ഡ് മുംബൈ റെയിൽവേ സ്റ്റേഷൻ. She came to pick me when I reached Mumbai railway station. She came to pick me when I reached Mumbai railway station. She came to pick me when I reached Mumbai railway station. ഇവിടെ പങ്ക്ച്വേഷൻ ആണ്. ശ്രദ്ധിച്ചോ, ഇവിടെ ഏതാ ചോദിച്ചേക്കുന്നത്? കറക്റ്റ് സെന്റൻസിൽ ടെൻസ് എല്ലാം ഒരേ ടെൻസ്. ആകെപ്പാട് നോക്കേണ്ട ഏതാ? പങ്ക്ച്വേഷൻ ആണ്. പങ്ക്ച്വേഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടോ നോക്കിയാൽ മതി. ഒരെണ്ണത്തിൽ ഫുൾ സ്റ്റോപ്പ് എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ മൈൻഡ് ചെയ്യണം. എല്ലാത്തിലും ഫുൾ സ്റ്റോപ്പ് ഇല്ലായ്മ. അപ്പൊ എന്തായാലും അതല്ല പ്രശ്നം. എന്താ ഇവിടുത്തെ പ്രശ്നം? നോക്കിയേ, രണ്ടെണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഐ കൊടുത്തേക്കുന്നത് സ്മോൾ ലെറ്റർ അല്ല. ഒരു കാരണവശാൽ ഐ സ്മോൾ ലെറ്റർ വരാൻ പാടില്ല. അപ്പൊ അത് തെറ്റാ. അപ്പൊ ഇത് രണ്ടും തെറ്റ്. പിന്നെ ഏതാ ഉള്ളേ? പിന്നെ രണ്ടെണ്ണം വന്നിരിക്കുന്നത് ഏതാ? ഐ ഓക്കെ ആണ്. ഷി കെയിം ടു പിക്ക് മീ വെൻ ഐ റീച്ച്ഡ് മുംബൈ വരെ ഓക്കെ. മുംബൈയിലെ എന്താ അവിടെ വരണ്ടേന്ന് നോക്കി. എം ക്യാപിറ്റൽ കൊടുക്കാതെ ഒരു സ്ഥലത്തിന്റെ പേര് പ്രോപ്പർ നൗണിന് ക്യാപിറ്റൽ കൊടുക്കാൻ അറിയാൻ പറ്റുമോ? അത് തെറ്റ്. അപ്പൊ പങ്ക്ച്വേഷൻ അവിടെ മാറിപ്പോയില്ലേ? ആൻസർ ചെയ്ത് വരണം. ഇത് സി ആണ് ആൻസർ വരിക. എന്തുകൊണ്ടാണ് സി വന്നേ നോക്കിക്കേ. ഐ ഇവിടെ ശ്രദ്ധിക്കുക, മുംബൈയുടെ എം ഇവിടെ ശ്രദ്ധിക്കുക. ഫുൾ സ്റ്റോപ്പ് ഉറപ്പായിട്ടും വേണം കേട്ടോ, എല്ലായിടത്തും വേണമാണ്. പക്ഷെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഒരു ഫുൾ സ്റ്റോപ്പിന്റെ ഒരു കുറവുണ്ട് അല്ലെ, ഒരു ഫുൾ സ്റ്റോപ്പിന്റെ ഒരു കുറവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ദിസ് ഇസ് ഇറ്റ്. ഓക്കെ ആണേ, ക്ലിയർ ആണേ. അടുത്ത ചോദ്യത്തിലോട്ട് പോലോ. സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആർട്ടിക്കിളിൽ നിന്നാണ്. നോക്കിയേ. ഷീ പ്രോമിസ് മീ ടു റിട്ടേൺ ഇൻ ഡാഷ് ആർ. ആറാണ് അല്ലെ. എച്ച് നമുക്ക് ആർ എന്ന യൂസേജ് എപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താ നമുക്കറിയാവുന്നേ? എച്ച് ഇവിടെ സൈലന്റ് ആണ് ആള്. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കണം? അവർ എന്ന അല്ലെ, അവറിന്റെ ആ ആണ് വരുന്നത്. ആ സൗണ്ട് വവൽ സൗണ്ടാ അല്ലെ, സ്വരശബ്ദമാണ്. ആ സൗണ്ട് ആണ്. ആ സൗണ്ട് വന്ന് നമ്മൾ ഏതാ കൊടുക്കേണ്ടത്? ആൻ അവർ കൊടുക്കണം അല്ലെ. ഷീ പ്രോമിസ് മീ ടു റിട്ടേൺ ഇൻ ആൻ അവർ അല്ലെ. ഇൻ ദ അവർ എന്ന് പറയാൻ പറ്റില്ല, ഇൻ ഓൺലി അവർ പറയാൻ പറ്റില്ല, ഇൻ എ അവർ പറയാൻ പറ്റില്ല, ഇൻ ആൻ അവർ വേണം അല്ലെ. അതല്ലേ ആൻസർ. സോ അതിനാ. പിന്നെ അടുത്ത ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റൻ ആട്ടോ. എന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റൻ PSC ക്യാൻസൽ ചെയ്ത് കളഞ്ഞ ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ PSC ക്യാൻസൽ ചെയ്ത് കളഞ്ഞ ക്വസ്റ്റൻ ആട്ടോ. അപ്പോൾ ഇത് ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റൻ വന്നാൽ PSC ക്യാൻസൽ ചെയ്യും. എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തെന്ന് അറിയാമോ? ഓക്കെ, ഹി ഡാഷ് നൈദർ സോഫ്റ്റ്ലി നോർ ലൗഡ്ലി. അവിടെ എക്സാക്ട് വേർബ് കൊടുക്കേണ്ടത്. സിങ്സ് ഉണ്ട്, സിംഗ് ഉണ്ട്, സാങ് ഉണ്ട്, സിംഗിങ് ഉണ്ട്. നമുക്ക് ഒരു കാര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഇവിടെ നോക്കിയേ, ഹി ഇവിടെ സിംഗുലർ ആയതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് സിംഗ് എന്ന പ്ലൂറൽ വെർബ് കൊടുക്കാൻ പറ്റില്ല. കട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒരു ഓക്സിലറി വെർബ് ഇല്ല. ING ഫോം കൊടുക്കണമെങ്കിൽ ഓക്സിലറി വെർബ് ഈസ് സിംഗിങ്ങോ അല്ലെങ്കിൽ വാസ് സിംഗിങ്ങോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതും കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതും പോയെ. ഇനി സിങ്സും ഉണ്ട്, സാങ്ങും ഉണ്ട്. അവിടെയാണ് നമ്മൾക്ക് മിസ്റ്റേക്ക് വന്നത്. സിങ്സ് വന്നാലും ഓക്കെ ആണ്, സാങ് വന്നാലും ഓക്കെ അല്ലെ. സിമ്പിൾ പ്രസന്റില് സിംഗുലർ ആയിട്ട് യൂസേജും കറക്റ്റാ. അതേ സമയത്ത് സിമ്പിൾ പ്രസന്റില് അല്ലാതെ സിമ്പിൾ പാസ്റ്റിലും ഇത് ഉപയോഗം ഓക്കെയാണ്. ഇത് രണ്ടും ഓക്കെ ആയ സ്ഥിതിക്ക് PSCക്ക് അത് കട്ട് ചെയ്ത് കളയാതിരിക്കുക. അതുകൊണ്ട് ഇത് ക്യാൻസൽഡ് ക്വസ്റ്റൻ ആക്കി PSC എടുത്തു. എന്നാൽ അതേ സമയത്ത് ഞാനൊരു കാര്യം പറയട്ടെ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ചില സമയത്ത് PSC ഇതുപോലത്തെ ക്വസ്റ്റൻസിനെ ക്യാൻസൽ ചെയ്ത് കളയാറില്ല. എന്താ വെച്ചാൽ സിങ്സ് എന്ന് പറയുന്നതിന് നമുക്ക് സിമ്പിൾ പ്രസന്റ് അവന് സോഫ്റ്റ് ആയിട്ട് പാടാറില്ലേ, അവൻ സോഫ്റ്റ് ആയിട്ടും പാടാറില്ല, ലൗഡായിട്ടും പാടാറില്ല, ഏകദേശം അങ്ങനെ. അതാണ് സ്ഥിരമായിട്ട് അവൻ ചെയ്യുന്നതെങ്കിൽ അതൊരു ഫാക്റ്റ് ആണ്. അങ്ങനെ ഒരു ഫാക്റ്റാ അല്ലെ. അപ്പൊ കുറച്ചുകൂടി പ്രയോറിറ്റി നമുക്ക് എന്തിനു കൊടുക്കാം? സിങ്സിന് വേണം കൊടുക്കാം. അതുകൊണ്ട് രണ്ടും കറക്റ്റ് ആണ്. ഞാൻ ഉറപ്പായിട്ടും രണ്ടും കറക്റ്റ് ആണ്. പക്ഷെ ഇത് രണ്ടിനും ഒരു ചോയ്സ് വന്നു. PSC ഇനിയിപ്പോൾ അത് കളയില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ചോയ്സ് ആയിട്ട് ഏത് കൊടുക്കണം? സിമ്പിൾ പ്രസന്റ് കൊടുക്കുക. അതും കറക്റ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് കൊടുക്കണം കേട്ടോ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് കറക്റ്റ് ആയിരിക്കണം. സിംഗ് എന്ന പ്ലൂറിൽ കൊടുക്കാതെ സിങ്സ് എന്ന സിംഗുലറിന് സിംഗുലർ തന്നെ കൊടുക്കാൻ മറക്കണ്ട. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് അത് കൊടുത്താൽ ഓക്കെ കേട്ടോ. ഇതൊരു ഫാക്റ്റ് ആയിട്ട് പറഞ്ഞു. അവൻ സോഫ്റ്റ് ആയിട്ടും പാടാറില്ല, അവൻ ലൗഡായിട്ടും പാടാറില്ല എന്ന് പറയുന്നു. അതൊരു ഫാക്റ്റ് അല്ലേ. അപ്പൊ അങ്ങനെ കൊടുക്കാം.
സിമ്പിൾ പ്രസന്റ്. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റൻ ആണ്, എന്നാലും ഞാൻ പറഞ്ഞു തരാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ അതിനുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇറ്റ് വുഡ് ബി ഗുഡ്. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ പിടിച്ചോ. ഡിഡ് യു ഫർഗെറ്റ് വാട്ട് ദിസ് പ്രോജക്ട് ഈസ് ഡിസൈൻഡ്? വാട്ട് ദിസ് പ്രോജക്ട് ഡിസൈൻഡ് ഓഫ്, ഡിസൈൻ ഫോർ, ഡിസൈൻഡ് ഓഫ്, ഡിസൈൻഡ് അബവ്. ഇതെന്താ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? നീ മറന്നുപോയോ ഈ പ്രൊജക്ട് എന്തിനു വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തെന്നുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തതെന്നുള്ളത് അല്ലെ? അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള എന്താ, വാട്ട് അല്ലെ, വൈ ഡിഡ് യു ഡു ദാറ്റ് ഫോർ, അല്ലെങ്കിൽ എന്താ വാട്ട് ഈസ് ദി ക്രൈറ്റീരിയ ഫോർ ഇറ്റ് എന്നൊക്കെ നമ്മൾ എന്തിനു വേണ്ടി എന്ന് പറയുമ്പോൾ ഏതാ കൊടുക്കുന്നത്? ഫോർ ആണ് അല്ലെ. വേണ്ടി എന്ന് പറയുന്ന ഒരു നമ്മൾ പ്രൊപ്പോസിഷൻ വരുമ്പോൾ ഏത് എന്താ കൊടുക്കുന്നത്? ഫോർ ആണ്, വേണ്ടി അല്ലെ. ഈ പ്രോജക്റ്റ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തേ എന്നല്ലേ വരുന്നത്, മീനിങ് വേണ്ടി എന്നുള്ളതല്ലേ. അപ്പൊ അത് കൊടുക്കാം. ഓക്കെ, ഇതിന്റെയൊക്കെ നോട്ട് ഞാൻ തരാട്ടോ. ഇതിന്റെയൊക്കെ നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നേക്കാം. നമ്മുടെ ഈ പഠിപ്പുര എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനലുണ്ട്. ഈ ചാനലിന്റെ തന്നെ ടെലിഗ്രാം ചാനലിൽ നോട്ട് എപ്പോഴും കറക്റ്റായിട്ട് ഞാൻ ഇട്ടേക്കാം കേട്ടോ, വിത്ത് ഈ എഴുത്തും എല്ലാം കൊണ്ട് ഇട്ടേക്കാം. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണം. ഞാൻ ഈ വീഡിയോയുടെ താഴെ കോമെന്റ് സെക്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, അപ്ലോഡ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ചോദ്യം പിടിക്കാം. ദ പാക്ക് ഓഫ് എലഫൻസ് ഡാഷ് ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ്. ഇതാണ് ചോദ്യം. നമുക്ക് ഒരു ഫ്രേസ് ലോപ്പാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, മേക്കപ്പ് ഉണ്ട്, മെയ്ഡ് ഇൻ ഉണ്ട്, സോറി മേഡപ്പ് ഉണ്ട്, മെയ്ഡ് ഇൻ ഉണ്ട്, മെയ്ഡ് ഫോർ ഉണ്ട്, മെയ്ഡ് ഓഫ് ഉണ്ട്. നമുക്ക് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? മേക്കപ്പ്, മെയ്ഡ് ഇൻ, മെയ്ഡ് ഫോർ, മെയ്ഡ് ഓഫ് അല്ലേ? ഈ ഒരു ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ചിന്തിച്ച് എഴുതേണ്ടതാണ്. ഇത് കുറെ പേർക്ക് തെറ്റിയ ഒരു ക്വസ്റ്റനാണ്. നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുമോ നോക്കി. ഈ ഒരു ചോദ്യത്തിലൂടെ വരുമ്പോൾ നമുക്ക് എല്ലാ ഫ്രേസൽ വേർബിന്റെ മീനിങ് നോക്കട്ടോ. അപ്പം അത് ഞാൻ ആദ്യമേ പറയാം. ആദ്യം നമുക്ക് ഏത് നോക്കാം? അത് ചോദ്യം മേക്കപ്പ്. എന്താ മേക്കപ്പിന്റെ അർത്ഥം? മേക്കപ്പിന് ഒരർത്ഥമുണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് മൊത്തത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എന്ത് അല്ലേ എന്ന് പറഞ്ഞില്ലേ? വിമൻ മേക്കപ്പ് ഇങ്ങനെ പറഞ്ഞില്ലേ? വിമൻ മെയ്ഡ് അപ്പ് 37% ഓഫ് ദി അസംബ്ലി സീറ്റ്സ് എന്ന് പറയില്ലേ? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഒരർത്ഥം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത്, ഫോം ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ള അർത്ഥം. അതല്ലാതെ എന്താ? ഫോം ചെയ്യുക, അങ്ങനെ ചെയ്യുക. പിന്നെ മേക്കപ്പിന് എന്താ അർത്ഥം? എന്താ, ക്രിയേറ്റ് സ്റ്റോറി അല്ലെ, ഒരു കഥ ക്രിയേറ്റ് ചെയ്യുക, കഥ മെനയുക എന്ന് പറയും അല്ലെ. ക്രിയേറ്റ് സ്റ്റോറി ഒരു അർത്ഥം കൂടെ ഉണ്ട് മേക്കപ്പ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. മേക്കപ്പ് സ്റ്റോറി, മേക്കപ്പ് ദ റീസൺ, മേക്കപ്പ് എക്സ്ക്യൂസ്, മേക്കപ്പ് ആൻ എക്സ്ക്യൂസ് ഒക്കെ പറയാം. പിന്നെ ഏതാ നോക്കിക്കേ, പിന്നെ നമ്മളുടെ മുമ്പിലോട്ട് വരുന്ന മെയ്ഡിൻ ആണ്. മെയ്ഡിൻ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? മെയ്ഡിൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രിയേറ്റ് ആൻ ഒപ്പീനിയൻ അല്ലെ, അല്ലെങ്കിൽ കൺവേ ആൻ ഒപ്പീനിയൻ, ഒരു ഒപ്പീനിയൻ കൺവേ ചെയ്യാന്ന് പറയും. ഒരു ഒപ്പീനിയൻ. ഐ കനോട്ട് മെയ്ഡ് ഇൻ എൻ്റെ കൺവേ ആൻ ഒപ്പീനിയൻ ഇതിനാണ്, സോറി മേക്ക് ഓഫിനാണ്, മെയ്ഡ് ഓഫിനാണ്, സോറി കൺവേ ആൻ ഒപ്പീനിയൻ. എനിക്കൊന്നും ഇതാക്കാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ മെയ്ഡ് ഓഫിന് വേറൊരു കാര്യമുണ്ട്, ഇത് വെച്ചിട്ടാ അല്ലെ, എന്ത് മെറ്റീരിയൽ വെച്ചിട്ടാ ക്രിയേറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയാം അല്ലെ, എന്ത് മെറ്റീരിയൽ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ മെയ്ഡ് ഓഫ് പറയാം കേട്ടോ. ഇനി മെയ്ഡിൻ എന്താ? മെയ്ഡിൻ എവിടെ വെച്ചിട്ടാ മേക്ക് ചെയ്ത്? എവിടെ വെച്ച സ്ഥലം എവിടെയാ പറയില്ലേ മെയ്ഡിൻ? അപ്പൊ ഇന്ത്യയോ അല്ലെ, പ്ലേസ് ആണ്. ഏത് പ്ലേസ് ഓഫ് മാനുഫാക്ചറിങ് അല്ലെ, മാനുഫാക്ചറിങ് പ്ലേസ് ആണ് അവിടെ പറയാം അല്ലെ. ഇനി മെയ്ഡ് ഓഫിന്റെ അർത്ഥം എന്താ? മെയ്ഡ് ഓഫ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ കേട്ടോ. മെയ്ഡ് ഓഫിന്റെ അർത്ഥം എന്താ വെച്ചാൽ മൂവ് ടുവേർഡ്സ് എ പ്ലേസ് അല്ലെ, ഒരു പ്രത്യേകിച്ച് മൂവ് ചെയ്യുക, മൂവ് ഫോർവേഡ് ക്വിക്ക്ലി, ഒരു സ്ഥലത്തോട് ധൃതിയിൽ അങ്ങ് നടക്കുവാണ്, അതിനാണ് പറയാ. ഇവിടെ എലിഫന്റ് ക്വിക്ക്ലി നടക്കുന്നതിനെ പറ്റിയല്ലേ പറയുന്നേ, അതാണ് ആൻസർ. നോക്കിയേ, ദ പാക്ക് ഓഫ് എലിഫന്റ്സ് മെയ്ഡ് ഫോർ ദ ലേക്ക് ലേറ്റ് ഇൻ ദ ഈവനിങ്. പെട്ടെന്ന് അല്ലെ, രാത്രിയിൽ പെട്ടെന്ന് അവരങ്ങോട്ട് പോയി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സോ അടുത്ത നോക്കാം. ഷീ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ് ദ മിസ്റ്റേക്ക്. ഇവിടുത്തെ ചോദ്യം ഏതാ? ടാഗിലെ ചോദ്യമാണ്. അപ്പൊ നമുക്കറിയാം ടാഗിന്റെ ഒരു പ്രത്യേകത എന്താ? ടാഗ് പോസിറ്റീവ് ആണെങ്കിൽ അല്ല, സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ്. സെന്റൻസ് പോസിറ്റീവ് ആണ്, ഷീ കീപ്സ് ഓൺ ആണ്, സിമ്പിൾ പ്രസന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരണം? ടാഗ് എന്ത് വരണം? ഓഫ് കോഴ്സ് നെഗറ്റീവ് വരണം. പഠിച്ചിട്ടുള്ളതാണ് നമ്മൾ അല്ലെ, ടാഗ് അപ്പം നെഗറ്റീവ് വരണം. അപ്പൊ നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ ഏത് വരണം? കട്ട് ചെയ്തുള്ള ഏതൊക്കെയാണ് നമുക്ക് കട്ട് ചെയ്തുള്ളേണ്ടത്? ഡസ് ഷീ, ഈസ് ഷീ കട്ട് ചെയ്തുള്ളണം. പിന്നെ നമ്മുടെ ഓപ്ഷൻസിൽ ഏതൊക്കെ വരും? ഡസൻ ഷീ ഉണ്ട്, ഈസൻ ഷീ ഉണ്ട്. കീപ്സ് ആണ്, കീപ്സ് മെയിൻ വെർബ് ആണ്. അപ്പൊ ഡസ് വെച്ചിട്ടല്ലേ കീപ്പ് വരിക. കീപ്പിന് എങ്ങനെ ഇതാക്കാം? ഡസ് പ്ലസ് കീപ്പ് ആണല്ലോ, ഡസ് പ്ലസ് കീപ്പ് ആണ് നമുക്ക് വരേണ്ടത്. അപ്പൊ ഡസ് പ്ലസ് കീപ്പ് ആണ് കീപ്സ് എന്ന് പറയുന്ന സാധനം. അതിന്റെ ഷോർട്ട് ആൻഡ് വേർഷനിൽ വരുമ്പോൾ അതിന്റെ നെഗറ്റീവ് എന്തായി? ഡസൻ ഷീ. സബ്ജക്ട് അനുസരിച്ച് ഡസൻ ഷീ, ആൻസർ ഡസൻ ഷീ. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം, ഐ കുഡ് ഗിവ് ഹർ ദ മണി ഇഫ് ഷീ ഡാഷ് മീ. നോക്കണേ, ഐ കുഡ് ഗിവ് ഹർ, എനിക്ക് അവൾക്ക് കൊടുക്കാമായിരുന്നു. ഏത് കണ്ടീഷണലാ? കണ്ടീഷണൽ സെന്റൻസിലെ ചോദ്യ. ഏത് കണ്ടീഷനിലാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? നോക്കിയേ, സിമ്പിൾ. കുഡ് ഗിവ് ആണ്. വുഡ് ഗിവ്, കുഡ് ഗിവ് ഒക്കെ വരുമ്പോൾ ഏതാ വരേണ്ടത്? ഏത് കണ്ടീഷനിലാണ് വരേണ്ടത്? സെക്കൻഡ് കണ്ടീഷൻ അല്ലേ? സെക്കൻഡ് കണ്ടീഷനിലല്ലേ വരേണ്ടത്? ആലോചിച്ച് നോക്കണേ, സെക്കൻഡ് കണ്ടീഷനിലാണ് വരേണ്ടത്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്,
കുഡ് ഗിവ് എന്ന് പറഞ്ഞ മെയിൻ ക്ലോസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏത് കൊടുക്കണം? സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സിമ്പിൾ പാസ്റ്റ് അല്ലേ? സെക്കൻഡ് കണ്ടീഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സിമ്പിൾ പാസ്റ്റ് ആണ് അവർ വരേണ്ടത്. സെക്കൻഡ് കണ്ടീഷനിൽ വരുന്ന അങ്ങനെയാണ്. അതാ ഇഫിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് കൊടുക്കും? ശ്രദ്ധിക്കണേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫിന്റെ കൂടെ സിമ്പിൾ പാസ്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് കൊടുക്കും? സബ്ജക്റ്റ് പ്ലസ് വുഡോ കുഡോ പ്ലസ് V1. കുഡ് വന്നാലും വുഡ് വന്നാലും ഓക്കെ അല്ലേ? ഇതാ അപ്പൊ ഇവിടെ വന്നേക്കുന്ന ഏതാ? സബ്ജക്ട് പ്ലസ് സിമ്പിൾ പാസ്റ്റ് അല്ലേ വരണ്ടേ? ഇഫ് ഷീ കോണ്ടാക്റ്റഡ്, കോണ്ടാക്ടിങ്ങോ വിൽ കോണ്ടാക്റ്റോ ഹാഡ് കോണ്ടാക്റ്റോ അല്ല. ഹാഡിന്റെ കൂടെ കോണ്ടാക്ട് തെറ്റാ, കോണ്ടാക്റ്റഡ് വേണമായിരുന്നു അല്ലേ? പാസ്റ്റ് ഇതിൽ വരുന്നത് തേർഡ് കണ്ടീഷനിൽ ഹാഡ് പ്ലസ് V3. പിന്നെ വെറും കോണ്ടാക്ടിങ് വിത്തൗട്ട് എനി ഓക്സിലറി വെർബ് പറ്റുമോ? അതും തെറ്റ്. വിൽ കോണ്ടാക്ട് സിമ്പിൾ എന്താ ഫ്യൂച്ചർ ആണോ? അല്ല. ഗുഡ് ഗിവ് ഒരിക്കലും സിമ്പിൾ ഫ്യൂച്ചറിൽ വരില്ല. അപ്പൊ അതുകൊണ്ട് ആൻസർ ഈസ് പാസ്റ്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ് ഒരു ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് വന്ന സബ്ജക്റ്റിനോട് സിമ്പിൾ പാസ്റ്റ് വന്ന സബ്ജക്ട് നെക്സ്റ്റ് മെയിൻ വെർബിൽ സബ്ജക്ട് പ്ലസ് കുഡ് V1 അല്ലെങ്കിൽ വുഡ് V1 വരും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഷാൾ വി കോൾ ഇറ്റ് എ ഡേ? ഒരുപാട് വട്ടം PSC ചോദിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് കോൾ ഇറ്റ് എ ഡേ എന്നുള്ള ഇഡിയം. കേട്ട് പരിചയം ഉണ്ടായിരിക്കും അല്ലെ? കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കത് ഇന്നത്തേക്ക് നിർത്താം അല്ലേ എന്നാണ് അർത്ഥം അല്ലെ? ഷാൽ വി ഡിക്ലെയർ എ ഹോളിഡേ? ഷാൽ വി ഇൻവൈറ്റ് എ സ്പെഷ്യൽ ഗസ്റ്റ് ഫോർ ദ ഡേ? ഷാൽ വി സ്റ്റോപ്പ് വർക്കിംഗ്? ഷാൽ വി ഫിക്സ് എ ഡേ ഫോർ ദ സെലിബ്രേഷൻ? ഒരു ബിസിനസ് വൊക്കാബുലറി ശരിക്കും അത്. ഷാൽ വി കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? നമുക്ക് ഇന്നത്തേക്ക് വർക്ക് നിർത്താം. ലെറ്റ്സ് സ്റ്റോപ്പ് ദ വർക്ക് ഫോർ ടുഡേ എന്നാണ് അർത്ഥം. ഷാൽ വി ലെറ്റ്സ് സ്റ്റോപ്പ് ദ വർക്ക് ഫോർ നൗ എന്നർത്ഥം. അതാണ് ആൻസർ സി. ഷാൽ വി സ്റ്റോപ്പ് വർക്കിംഗ്. ഓക്കെ, അടുത്ത നോക്കിയേ, ഐ വുഡ് റാദർ യു വെൻ ദർ ടു മേക്ക് ദ എൻക്വയറി. ഇതറിയാലോ. ഐ വുഡ് റാദർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അടുത്ത സബ്ജക്ട് അതേ ആളല്ല, അതേ വേറൊരു സബ്ജക്റ്റാണ് വരുന്നെങ്കിൽ യു വന്നിട്ടുണ്ടെങ്കിൽ V2 കൊടുക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ പഠിച്ച് കേട്ടിട്ടില്ലെങ്കിൽ ഓർക്കുക, ഈ ഒരു യൂസേജ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു. ഐ വുഡ് റാദർ കൊടുത്തിട്ട് കോമ കൊടുത്തു, അടുത്ത സബ്ജക്ട് യു വരികയെന്ന് വിചാരിക്കുക കേട്ടോ. അടുത്ത സബ്ജക്ട് യു ആണ് വരുന്നതെന്ന് വിചാരിക്കുക. സബ്ജക്ട് യു ആണെങ്കിൽ കൂടെ വരേണ്ട വെർബ് ഏതാ? V2 ആയിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നോട്ട് ചെയ്ത് വെച്ചോണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. അതൊന്ന് നിങ്ങൾ പഠിച്ചിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഐ വുഡ് റാദർ കഴിഞ്ഞിട്ട് യു ആ വരുന്നെങ്കിൽ അതിനോട് നമ്മൾ എന്താ കൊടുക്കും? V2 കൊടുക്കും കേട്ടോ. വേറെ ഇതായിട്ട് യു കൊടുക്കുമ്പോൾ V2 കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഐ വുഡ് റാദർ ഗോ ദെയർ എന്ന്. ഐ വുഡ് റാദർ അല്ലാതെ വരുവാണെങ്കിൽ അതിൻ്റെ കൂടെ വെർബാണ് വരുന്നെങ്കിൽ V1 ആണ് കൊടുക്കുക. പക്ഷെ അടുത്ത സബ്ജക്റ്റ് വന്നെങ്കിൽ പിന്നെ വരുന്നത് V2 ആണ്. അത് ഓർക്കുക. അപ്പൊ ഇതൊരു സജഷനോ എന്താണോ അല്ലെ? അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഐ വുഡ് റാദർ യു വെന്റ് ദർ ടു മേക്ക് ദ എൻക്വയറി മീൻസ് അതിന്റെ അർത്ഥം എന്താ? മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് ഗോ ദെയർ ആൻഡ് മേക്ക് ദ എൻക്വയറി. ഒന്ന്. അല്ലെങ്കിലോ മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് നോട്ട് ഗോ ദെയർ, നീ പോകാൻ പാടില്ല ആൻഡ് മേക്ക് ദ എൻക്വയറി. ഇവിടെ നോ എന്നൊരു അർത്ഥം വരുന്നുണ്ടോ? നോ എന്നൊരു അർത്ഥം വരുന്നുണ്ടോ? നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് നോക്കാം. യു ഷുഡ് നോട്ട് ഗോ ദെയർ എന്നാണ് ഇവിടെ കൊടുത്തേക്കണേ. അല്ല, നോട്ട് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐ നോ ദറ്റ് യു ആർ നോട്ട് വില്ലിംഗ്. വീണ്ടും നോ എന്നൊരു അർത്ഥം വരുന്നില്ല. യു ആർ നോട്ട് വില്ലിംഗ് ടു ഗോ ദെയർ. എനിക്കത് പറയുന്ന ആ ഒരു അർത്ഥമല്ല അവിടെ. ഐ നോ ദറ്റ് യു വെന്റ് ദെയർ. എനിക്കറിയാം നീ അവിടെ പോയിരുന്നു ദർ ടു മേക്ക് ദ എൻക്വയറി. ആണോ? നീ പോയിരുന്നു എന്നാണ് പറയുന്നത്? അല്ല. ഐ വുഡ് റാദർ, ഞാൻ പറയുവാണെങ്കിൽ എന്റെ സജഷൻ ഇതാണ്, നീ അവിടെ ചെല്ല് എന്നിട്ട് എൻക്വയറി ചെയ്ത് നോക്കുക അല്ലെ, നേരിട്ട് ചെന്ന് ചെയ്യ് എന്നാണ് പറയുന്നത്. ദാറ്റ്സ് എ സജഷൻ. രണ്ട് രീതിയിലും സജഷൻ ആണ്. ഐ വുഡ് റാദർ ഗോ ദെയർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോകാൻ പോകുന്ന കാര്യം ഫ്യൂച്ചറിസ്റ്റിക്കാ. അതേപോലെ തന്നെ ഇത് ഫ്യൂച്ചറിസ്റ്റിക്കാ, നീ അവിടെ പോകണം എന്നാണ് എന്റെ സജഷൻ. മൈ സജഷൻ ഈസ് ദാറ്റ് യു ഷുഡ് ഗോ ദെയർ ആൻഡ് മേക്ക് ദ എൻക്വയറി എന്ന് വരും. എ ആണ് ആൻസർ. ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ചോദ്യമൊക്കെ വന്ന് ഒന്ന് ശ്രദ്ധിച്ചോണേ. വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സെന്റൻസ് ദാറ്റ് ഇസ് കറക്റ്റ്. കറക്റ്റ് സെന്റൻസ് ഏതാ? ഐ തോട്ട് യു വിൽ റിംഗ് ഹർ അപ്പ്. ഐ തിങ്ക് യു വുഡ് റിംഗ് ഹർ അപ്പ്. I thought you would ring her up. I think you would have ring her up. ഒരു കാര്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്ത്? വുഡ് കഴിഞ്ഞിട്ട് ഹാവ് വന്നാൽ ഒരിക്കലും V1 വരില്ല അല്ലെ? റിങ്, റാങ്, റങ്. ഇവിടെ എന്ത് വരണമായിരുന്നു? റങ് വരണമായിരുന്നു. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് കറക്റ്റ് സെന്റൻസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ അതല്ലാത്തോണ്ട് തെറ്റ്. അടുത്തോ, ഐ തോട്ട് യു വുഡ് റിംഗ് ഹർ അപ്പ്. കുഴപ്പമില്ല, അത് കറക്റ്റാ. ഐ തിങ്ക് യു കഴിഞ്ഞിട്ട് ഐ തിങ്ക് സിമ്പിൾ പ്രസന്റിൽ തുടങ്ങിയിട്ട് പിന്നെ വുഡ് വരുവോ? ഇല്ല. അവിടെ എന്ത് വരണമായിരുന്നു? വിൽ എന്ന് വരണമായിരുന്നു. ഇവിടെയോ യു വിൽ റിംഗ് ഹർ അപ്പ് ഒക്കെ ഓക്കെ, പക്ഷെ ഐ തോട്ട് വരില്ല. പാസ്റ്റ് വന്നാൽ പിന്നെ വില്ലല്ല വരണ്ടേ. പാസ്റ്റ് വന്ന് ഇവിടെ വുഡ് വരണം അല്ലെ? പാസ്റ്റ് വന്ന് ഇവിടെ വുഡ് വരണം. ടെൻസ്, മോഡൽ ഓക്സിലറി വെർബ് ടെൻസ് അനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെ? ടെൻസ് അനുസരിച്ച് ശ്രദ്ധിക്കണം. ഐ തോട്ടാ വരുന്നെങ്കിൽ അവിടെ വില്ല് കൊടുത്തിട്ട് കാര്യമില്ല. വുഡ് എന്ന കറക്റ്റായ പാസ്റ്റ് വരുമ്പോൾ ഉള്ളതാണ് വുഡ്. അതിന് വേണ്ടി പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് കാര്യം വുഡ്. അപ്പൊ ഐ തോട്ട്, ഞാൻ വിചാരിച്ചു യു വുഡ് റിംഗ്, നീ റിംഗ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ആൻസർ ഏതാ? ഐ തോട്ട് യു വുഡ്. അപ്പൊ പാസ്റ്റ് വന്നാൽ വുഡ് കൊടുക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വില്ല് വരുന്നത് നമ്മൾ എപ്പോഴാ എന്തിനു ഉപയോഗിക്കാനാ? നമ്മൾ വില്ല് ഉപയോഗിക്കുന്നത് എന്നാത്തിനാ? ഒരു മനസ്സിലുണ്ടായിരിക്കണം. വില്ല് നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക
അല്ലേ? അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു കാര്യം പറയാനാണ് വില്ല് ഉപയോഗിക്കുക. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഒക്കെ ഉപയോഗിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്, സിമ്പിൾ പ്രസന്റിൽ ഒരു കാര്യം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ വില്ല് കറക്റ്റാ, ഒരു പ്രശ്നവുമില്ല. പ്രസന്റ് എന്ന് പറയാം, ഫ്യൂച്ചറിലും പ്രസന്റിലും. ഓക്കെ, ഫ്യൂച്ചറിലും പ്രസന്റിലും ഉപയോഗിക്കാം. ആ സമയത്ത് അതേപോലെ വരുന്ന വുഡ് ആണെങ്കിലോ, വുഡ് നമ്മൾ പ്രസന്റിലല്ല ഉപയോഗിക്കുക. വുഡ് എപ്പോഴും എന്ത് വരുന്നു, പാസ്റ്റ് വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത്, മെയിൻലി പാസ്റ്റ്. വില്ലിനെ ഷാലിനെ പാസ്റ്റ് ഫോമിൽ വരുമ്പോൾ ഉപയോഗിക്കുക. നമ്മൾ റിപ്പോർട്ടർ സ്പീച്ച് ഡയറക്റ്റ് ഇൻഡയറക്റ്റിലോട്ട് ആക്കുമ്പോൾ എപ്പോഴും പഠിക്കുന്ന ഒരു കാര്യമാണിത്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്താണ്, ദിസ് ഇസ് ഹിസ് സിഗ്നേച്ചർ സ്റ്റൈൽ. എന്താ ഇവന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞാൽ, ഇവന്റെ സിഗ്നേച്ചർ സ്റ്റൈൽ ഇതാ. എന്താ ഒരാളുടെ സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, ഇതൊരു ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. വാട്ട്സ് ദ മീനിങ് ഓഫ് ഇറ്റ്? His signature is stylish. His style is to put his signature everywhere. His style is like his signature. He has a unique style. ഇവന് പ്രത്യേക ഒരു സ്റ്റൈൽ ഉണ്ടല്ലേ. നമ്മുടെ രജനികാന്തിന്റെ ഒരു സ്റ്റൈൽ ഇല്ലേ, കണ്ണടയൊക്കെ എടുത്ത് ഊരിത്തരില്ലേ, പടയപ്പയുടെ ഒരു സ്റ്റൈലൊക്കെ പറയില്ലേ, അതുപോലെ ഒരു സ്റ്റൈൽ അല്ലെ. മമ്മൂട്ടിയുടെ ഒരു സ്റ്റൈൽ, മോഹൻലാലിന്റെ ഒരു സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോമഡി ചെയ്യില്ലേ. അപ്പൊ ദേ ഹാവ് എ യുണീക് സ്റ്റൈൽ എന്ന് പറയില്ലേ, അതുപോലെ അതിനാണ് സിഗ്നേച്ചർ സ്റ്റൈൽ എന്ന് പറയാം. അപ്പോൾ അതാണ് ഇഡിയം കേട്ടോ. വളരെ ഡയറക്റ്റ് ആയിട്ടൊരു ഇഡിയമാണ്, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു നോക്കി, ലാസ്റ്റ് ചോദ്യം ഇതാണ്. 5 kilometers ഡാഷ് ഷോർട്ട് ഡിസ്റ്റൻസ്. ഈ ഇടയ്ക്ക് ഇതുപോലത്തെ ചോദ്യം വന്നു. 5 kilometers ഒരു മെഷർമെന്റ് ആണ് അല്ലേ. ഒരു മെഷർമെന്റ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മെഷർമെന്റ് എപ്പോഴാണ് നമ്മൾ പറയുമ്പോൾ ആ മെഷർമെന്റിന് നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കൊടുക്കുക, സിംഗുലർ ആയിട്ട് അതിനെ എപ്പോഴും നോക്കുക അല്ലേ. ഒരു മെഷർമെന്റ് എപ്പോൾ പറയുമ്പോഴും അതാണ് സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ അതൊരു സിംഗുലർ ആയിട്ടാണ് നമ്മൾ കൂട്ടുക, സിംഗുലർ സബ്ജക്റ്റ്. അപ്പോൾ സിംഗുലർ വേർബിലേ കൊടുക്കുള്ളൂ, വേറെ മാറും അവിടെ കൊടുക്കാൻ പറ്റില്ല, വില്ല് കൊടുക്കാൻ പറ്റില്ല. എന്ത് കൊടുക്കണം? യെസ്, 5 kilometers ഇസ് എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന ഷോർട്ട് ആൻസർ വരും ഇവിടെ അല്ലേ. അതുകൊണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഓക്കെ അല്ലേ, കറക്റ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോമന്റ് സെക്ഷൻ ചോദിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. പരമാവധി പേർക്ക് പഠിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ നോട്ട്സ് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇട്ടേക്കാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് നമ്മൾ കോമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.